ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MC ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 20 2026 മാർച്ച് 20 ഇന്ന് റംസാനും കൂടിയാണ്. അപ്പോൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻസ് നമുക്ക് നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി തുടങ്ങിയായിരുന്നു. അത് കാരണം പുതിയൊരു ഫോണിലേക്ക് നമ്മൾ മാറ്റിയായിരുന്നു. ഇത് യൂബറും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു ഫോണിലേക്കാണ് നമ്മൾ മാറ്റിയത്. ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. ഗൈസ്, അപ്പം ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ താമസിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നേരത്ത് ഞാൻ വിളക്കത്തിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പം 3:30 മണിക്കാണ് ഞാൻ എഴുന്നേറ്റത്. ഇപ്പോൾ ഏകദേശം 4:30 മണി 4:40 ആ റേഞ്ചോളം ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വിളക്കത്തിച്ചു. ഇനി വണ്ടിക്കകത്ത് എന്തെങ്കിലും വയ്ക്കാനെങ്കിൽ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ റൂമിനകത്ത് കയറി എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, റെഡ്മി 50C. അതാണ് ഫോണിൻ്റെ പേര്. 15,500 റേറ്റ് വന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. സംഭവം ഞാൻ ഓൺലൈനല്ല കേട്ടോ, നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചാണ്. ഷോപ്പിൽ പോയി ഏകദേശം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുക, എന്ത് പർപ്പസാണ്. അപ്പോൾ അതിനു വേണ്ടി അത് പറഞ്ഞപ്പോൾ അവർ സജസ്റ്റ് ചെയ്താണ് ഈ ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് ഇവിടെ സൈഡിലായിട്ടാണ്. ഉള്ളിലേക്ക് കയറിയാണ് വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി കൂടാണ്ട് വേറെ 3 വണ്ടികൾ കൂടെ ഉണ്ട്. അതിവിടെ താമസിക്കുന്നവർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് ഇത്തിരി കയറ്റിയിട്ടൊക്കെയാണ്. അത് ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഗ്യാപ്പ് കിടന്നുകൊണ്ടാണ് കയറ്റിയിട്ടത്. അപ്പോൾ മുമ്പിൽ കിടന്ന വണ്ടി മുമ്പിൽ കിടക്കുന്നപ്പോൾ ഞാൻ രാവിലെ പോകുന്നത് വിധത്തിലോട്ട് കാണുന്നതുകൊണ്ട് തന്നെ സൈഡ് ഒതുക്കി ഇട്ടേക്കുന്നതാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യാറ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും വണ്ടിക്കകത്ത് ക്ലിയർ അല്ലാത്ത ഒരു മീൻസ് ഇതാണ്, ക്ലിയർ അല്ലാത്ത രീതിയിലാണ് വണ്ടിക്കകത്ത്. അപ്പോൾ ഏകദേശം വണ്ടിയുടെ കിലോമീറ്റർ കാണിച്ചു തരാം. 1,98,763 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചാർജർ സെറ്റാക്കിയിട്ടുണ്ട്. ചാർജറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പുതിയ ഫോണായതുകൊണ്ട് നമുക്ക് എന്തോരം ടൈം, ഏകദേശം 6000 mAh ബാറ്ററിയാണ് ആ പുതിയ ഫോണിന് വന്നേക്കുന്നത്. ഏകദേശം നമ്മുടെ 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഫുള്ളായിട്ട് കാണേണ്ടതാണ്. എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് പവർ സപ്ലൈ, അതായത് മറ്റേ ചാർജറിൽ നിന്ന് കേബിള് ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടോ. അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഓക്കെ. അത് അല്ലെങ്കിൽ പണിയാവും. പിന്നെ നമ്മൾ മെയിനായിട്ട് കീപ്പ് ചെയ്യുന്നത് ചില്ലറാസാണ് കേട്ടോ. ഉണ്ടല്ലേ, നമ്മുടെ വണ്ടി കയറുന്ന ആൾ വന്നിട്ടുണ്ട് 2 രൂപയ്ക്ക് ബാക്കി ഉണ്ടെങ്കിൽ പോലും മേടിക്കാതെ വെളിയിലേക്ക് ഇറങ്ങണ്ട. അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു എന്തിട്ടാണ് ഇതൊരു ബാഡ് ഫീലിംഗ് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്, മീൻസ് വണ്ടി പുറത്തേക്ക് ട്രിപ്പിന് പോകണേക്ക് മുമ്പായിട്ട് ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വല്ല മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണെന്ന് അറിയാൻ പറ്റും. വല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ ചെക്ക് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ട്രിപ്പ് അടിച്ച് നമ്മൾ പോകുന്ന വഴിക്ക്
ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് വേറൊന്നുമില്ല. ജസ്റ്റ് അകത്തേക്ക് ഇനി വണ്ടി കുറച്ച് നേരം ഓണിലിരുന്നിട്ട് വീണ്ടും ഓഫ് ചെയ്ത് നമ്മൾ അകത്തേക്ക് ചെന്ന് ഒരു ചായയും പിന്നെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് എന്താ പറയുക, ചായയും ബിസ്ക്കറ്റും കഴിച്ച് ആപ്പുകളെല്ലാം ഓൺ ചെയ്ത് നമുക്ക് ട്രിപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ വണ്ടിയുടെ ഇതെല്ലാം വണ്ടി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചായ കുടിക്കാം. അപ്പോൾ ചായ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആറാനായിട്ട് മീൻസ് ഇപ്പം ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ആറാനായിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കാനാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ച മീൻസ് നമുക്ക് കുടിക്കാനുള്ള ഒരു ചൂട്, ഒരു ആവറേജ് ചൂട് നമുക്ക് ഉണ്ടാവും. അത്ര മതി, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഊതി സമയം പോകും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനു വേണ്ടി കഴിക്കുന്നത്, ചായയുടെ ഒപ്പം കഴിക്കുന്നത് 2020 ഗോൾഡ് കുക്കീസാണ്. ഫാമിലി പാക്കാണ് മേടിച്ചേക്കുന്നത്. പിന്നെ സൊസൈറ്റി മീൻസ് നമ്മുടെ സഹകരണ മാർക്കറ്റിൽ നിന്ന് മേടിക്കണതുകൊണ്ട് വില ഇത്തിരി കുറവാണ് സാധാരണേനേക്കാളും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിച്ചിട്ട് നമുക്ക് ആപ്പെല്ലാം ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആപ്പിളെല്ലാം തന്നെ ഓൺ ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഫോൺ. അതാണ് ചെറുതായിട്ട് തപ്പിപ്പിടുത്തമുണ്ട് ഏതൊക്കെ എവിടെയൊക്കെ കിടക്കണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ യൂബറാണ് ഓൺ ചെയ്യുന്നത്. യൂബറിൽ ഇതെന്താണ്, എൻ്റെ അമ്മോ, യൂബറിൽ ഭയങ്കര ബിസിയായി കിടക്കുക കേട്ടോ. ഒരു കാര്യം നമുക്ക് യൂബർ ഗോ ഓൺ ചെയ്തിട്ടേക്കാം. എന്താണ് ഇങ്ങനെ ചുവന്നിരിക്കാൻ കാരണം? ഇന്ന് റംസാനായതുകൊണ്ടാണ് ഇത്രയും ചുവപ്പ്. ഓപ്പർച്യൂണിറ്റീസിൽ നോക്കിക്കഴിഞ്ഞാൽ റിസർവേഷൻ ഉണ്ട് 6:40. നമ്മുടെ സൈഡിലേക്കില്ല കേട്ടോ. എല്ലാം റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ റിസർവേഷൻ വന്നേക്കുന്നത്. മഞ്ഞുമലയിലൂർ, ആലുവ, ഓക്കെ, മൊബൈലിറ്റി കപ്പ് എല്ലാം ട്രാൻസ്പോർട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് റിസർവേഷൻസൊക്കെ കയറി വന്നേക്കുന്നത്. അതെനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓൺ ചെയ്തിട്ടൊക്കെ ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചായിരുന്നു ഉന്നയിച്ചത്. ടേൺ ഓവറിലെ പെർമിഷൻ. ഇത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ പുതിയ ഫോണിലേക്ക് മാറ്റുമ്പോൾ സെറ്റിംഗ് മറ്റേ പെർമിഷനൊക്കെ ചോദിക്കും. ഇപ്പം നമുക്കത് നോക്കാം. ഇതെവിടെ പോയി? യൂബർ ഇല്ലേ? ഇപ്പോൾ ഡ്രൈവർ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണാവും. ഇപ്പം സർജൻ കാര്യങ്ങളൊന്നും ഇല്ലേ? പോയാ അത് ഒരു പക്ഷേ നമ്മൾ ഇൻ്റർസിറ്റി ഓൺ കിട്ടുക. നമുക്ക് ഇൻ്റർസിറ്റി ആവശ്യമുള്ളതാണ്. ഇന്നത്തെ ദിവസം ഇൻ്റർസിറ്റി പോയാലും കിട്ടും നമുക്ക്. യൂബർക്ക് ഓഫാക്കി ഇട്ടേക്കാം. കണ്ടില്ലേ, നമ്മുടെ ഭാഗമൊക്കെ ചുവന്നിരിക്കുകയാണ്. ഇത് സാധാരണ ഇങ്ങനെ കണ്ടിട്ടുള്ള നമ്മൾ മറ്റേ ഈ ഓണത്തിന് സമയത്തൊക്കെയാണ്. അല്ല മീൻസ് ഇന്ന് റംസാനാണ്, പെരുന്നാളിൻ്റെ സമയമാണ്, അതുകൊണ്ടാണ് ഇത്രയും ചുവന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത നമുക്ക് റാപ്പിഡോ ക്യാപ്റ്റൻ നോക്കാം. ഇത് പോട്ടെ, റാപ്പിഡോ ഓണാക്കാം. എല്ലാത്തിലും പെർമിഷൻ ചോദിക്കണ്ട കേട്ടോ. ഇത് ഇന്നലെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഓൾദ ടൈം മറ്റൊക്കെ ഓക്കെ. ഇത് എവിടെ പോയി കിടക്കുകയാണോ റാപ്പിഡോ? ഇതേ നമ്മൾ പുതിയ ഫോണിലേക്ക് മാറിയേക്കണോണ്ട് പെർമിഷൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഇതെന്തുകൊണ്ടാണോ? ഓക്കെ, അതും ഡ്യൂട്ടി ആയിട്ടുണ്ട്. കേരള സഫാരി വേണ്ട, അത് വലിയ കാര്യമില്ല.
നമുക്ക് ഇവിടെ അങ്ങോട്ട് നിർത്തിയിട്ടേക്കാം ആളെ. ഓക്കെ, അപ്പോൾ അത് നിലവിൽ 2 ആപ്പ് മാത്രമേ നമ്മൾ ഓൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ 2 ആപ്പ് മതി. കാരണം വെച്ചാൽ ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായതുകൊണ്ടേ ഇപ്പോൾ റെഡാണ് കത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആപ്പ് മതി, യൂബർ അല്ലെങ്കിൽ റാപ്പിഡോ. അതാണ് അത്യാവശ്യം. യൂബർ റെഡ് കത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റേറ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്ററിന് 20 റേഞ്ചിലാണ് വന്നത്. എപ്പോഴും 20-18 ആ റേഞ്ചിലേ വരത്തുള്ളൂ, റെഡ് ആണെങ്കിലും നോർമലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ആപ്പുകളെല്ലാം തന്നെ ഓണാക്കി ഓക്കെ, ഇനി നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ മൊബൈലിൽ ഇപ്പുറത്ത് കിടക്കാൻ പോവുകയാണ്, ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പ് വല്ല ഇപ്പോൾ യൂബർ ഗോ ഓഫ് ചെയ്തിട്ടൊക്കെ എന്ന് കണ്ടല്ലോ. അപ്പോൾ വല്ല ട്രിപ്പ് യൂബർ ഗോൻ്റെ വല്ല ട്രിപ്പ് നോട്ടിഫിക്കേഷനായിട്ട്, പക്ഷേ ഇൻ്റർസിറ്റി ഓൺ ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് വല്ല ഇൻ്റർസിറ്റി അടിച്ചു കഴിഞ്ഞാൽ അത് പോകേണ്ടി വരും. അതേപോലെ തന്നെ യൂബർ ഗോ ഓഫാക്കിയേക്കണതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെഡാൻ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻ്റ് റേറ്റുള്ളതാണെങ്കിൽ അത് എടുത്തു പോകാം. പിന്നെ യൂബർ ഗോ റെഡാറായിട്ട് കയറി വരും. അതായത് ഈ റെഡ് കയറി വരുന്ന സമയത്ത് കൂടുതലും വണ്ടികളും, അതായത് സെഡാൻ രീതിയിലുള്ള വണ്ടികൾ യൂബർ ഗോ ഓഫ് ചെയ്തിടും. അപ്പോൾ അവർക്ക് ട്രിപ്പ് റെഡാറായിട്ട് വരും. അപ്പോൾ അതിനകത്ത് ഈ ട്രിപ്പ് റെഡാർ വന്നതിൽ അത്യാവശ്യം നല്ല റേറ്റുള്ള ട്രിപ്പും മറ്റേ പോയ ട്രിപ്പ് കിട്ടാവുന്ന സ്ഥലം നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കിട്ടുമോ നോക്കാം. എന്നിരുന്നാലും കിട്ടണവരെ ഞാനൊന്ന് ഉറങ്ങിയാണ്. ഓക്കെ, ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 5:30 6 മണി ആവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയായിരുന്നു. ആലുവയിലേക്കാണ് കിട്ടിയത്. യൂബർ ഗോ കാറ്റഗറിയിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. മീൻസ് ഇത് നമ്മൾ ട്രിപ്പ് റഡാർ കൊണ്ട് എടുത്ത ട്രിപ്പല്ല കേട്ടോ. നമ്മളത് യൂബർ ഗോ ഓൺ ചെയ്തായിരുന്നു പിന്നീട്. അതായത് സർജി ഞാൻ നിൽക്കുന്ന ഇടത്തിൽ സർജി മാറിയപ്പോൾ യൂബർ ഗോ ഓണാക്കിയായിരുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കയറി വന്നതാണ്. റഡാറായിട്ടാണ് കയറി വന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് യൂബർ ഗോ ഓഫ് ചെയ്താണ്. ഇത് നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കയറി വന്നതാണ്. റഡാർ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കയറി വന്നുകൊണ്ട് എടുക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ഓൾറെഡി നമുക്ക് അക്സെപ്റ്റൻസ് റേറ്റ് വളരെ കുറവാണ്, 73% അപ്പോൾ അതൊന്ന് കൂട്ടണം. അത് ഒരു ദിവസം 2 പോയിൻ്റെങ്കിലും 2-3 പോയിൻ്റെങ്കിലും കൂട്ടിയാലേ നമുക്ക് അത്യാവശ്യം മാന്യമായ രീതിയിലുള്ളൊരു ട്രിപ്പ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം കിട്ടിയ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഏകദേശം എത്ര കിലോമീറ്റർ ആയിരുന്നു? ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 7-8 കിലോമീറ്റർ കൂട്ടാം. 8-16 കുറവല്ല. എന്നാലും നമുക്കൊരു കിലോമീറ്ററിന് ഒരു 16-17 ആ റേഞ്ച് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, അത്യാവശ്യം തിരക്കേടില്ല. നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു ദിവസം കിട്ടുന്ന മൊത്തം കളക്ഷനും മൊത്തം ഓടിയ കിലോമീറ്ററും തമ്മിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഏകദേശം കിലോമീറ്ററിന് എത്ര എൻ്റെ കണക്കിൽ കിലോമീറ്ററിന് 13 രൂപയിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ലാഭമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിര വരുമാനമായിട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അത്യാവശ്യം നല്ല കിലോമീറ്റർ പറഞ്ഞാൽ ഒരു ദിവസം 200 കിലോമീറ്ററൊക്കെ പോകുന്ന കോൺട്രാക്റ്റ് കയറ്റിക്കഴിഞ്ഞാൽ അവിടെ മിനിമം കിട്ടുന്നത് 13 രൂപ കിലോമീറ്ററിന് കിട്ടത്തുള്ളൂ, വൺ സൈഡ്. അപ്പോൾ അത് വെച്ച് നമുക്ക് യൂബറിൽ ഏകദേശം കിലോമീറ്ററിന് 13 രൂപ കൂടുതൽ മൊത്തം കാലി ഓടുന്നതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. 13 രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ലാഭമാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ 153 രൂപയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കണ്ടിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മീൻസ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവസാനം ട്രിപ്പ് നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കണക്ക് കിട്ടത്തുള്ളൂ. ഇന്നലെ ഓടിയ കിലോമീറ്റർ ഏകദേശം എനിക്ക് 14 രൂപ വെച്ച് 14 അല്ല കേട്ടോ. ഓക്കെ, ഇന്നലെ ഓടിയത് ഏകദേശം കിലോമീറ്ററിന് 14 രൂപ വെച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ കാലി അടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. 14 16 എന്നറിയത്തില്ല. മീൻസ് ഒന്നാമത്തെ ഇന്നലെ ചിലവും കൂടുതലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കാലിയെ ഓടിയതും കൂടുതലായിരുന്നു. ഓക്കെ,
അതായത് എനിക്ക് പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയായിരുന്നു കാര്യം ഓടിക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ഇനി വെയിറ്റ് ചെയ്യാം. എപ്പോഴാണെന്നറിയില്ല. ഏകദേശം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ആലുവയാണ്. ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ മീൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മെയിനായിട്ട് കിട്ടുക. അപ്പോൾ ഏകദേശം 7:30 വരെ അത്യാവശ്യം ലോങ്ങിൽ നിന്ന് വന്ന ട്രെയിനുകളുണ്ട്. തിരുവനന്തപുരം നിലമ്പൂർ ബാംഗ്ലൂർ അങ്ങനത്തെ ഏരിയയിൽ നിന്നൊക്കെ ഉള്ള ട്രെയിനുകൾ 7:30 വരെ ഉണ്ട്. 7:30 വരെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പ്രതീക്ഷ. കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു കാക്കനാട് കിട്ടിയാലും മതി. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഇത്ര നേരം നമുക്ക് ആലുവയിൽ സർജൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ അതെ ദേശം ഭാഗത്ത് സർജുണ്ട്, അങ്കമാലി ഭാഗത്ത് സർജുണ്ട്, കാലടി ഭാഗത്ത് സർജുണ്ട്. ഇന്ന് വണ്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ. എല്ലാവരും നാട്ടിൽ പോയാ ആർക്കറിയാം, പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇനി നമുക്ക് ട്രിപ്പെല്ലാം അവസാനിപ്പിക്കുമ്പോൾ കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഒരു ട്രിപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻ്റർസിറ്റിയാണ്. മറ്റേ ഇൻ്റർസിറ്റി എന്ന് പറയുമ്പോൾ അത്ര ലോങ് ഒന്നുമല്ല കേട്ടോ. ഒരു ചെറിയൊരു ഇൻ്റർസിറ്റി, ഒരു 17 കിലോമീറ്ററിൻ്റെ ഇൻ്റർസിറ്റി ആയിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ കറുകുറ്റിയിലേക്കായിരുന്നു. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത കറുകുറ്റിയിലാണ് ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ അവിടെ ഒന്നും വണ്ടി നിർത്തിയിടാനുള്ളതല്ല, മീൻസ് തണലുള്ളൊരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് നമ്മുടെ അങ്കമാലി സൈഡിലേക്ക് കുറച്ച് നീങ്ങി. പക്ഷേ എപ്പോഴും ഔട്ട് ഓഫ് സിറ്റിയിലാണ് നിൽക്കുന്നത് വണ്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വല്ല ഓട്ടം കിട്ടുമെന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ അങ്കമാലി സൈഡിലേക്ക് പോകേണ്ടി വരും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കറുകുറ്റിയിലെ ഡ്രോപ്പിന് ശേഷം അവിടെ നിന്ന് തന്നെ നമുക്ക് ടൗണിലേക്ക് ലുലു മീൻസ് അവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിന് ശേഷം, അതായത് എടപ്പള്ളി ട്രിപ്പിന് ശേഷം വേറെ 2 ട്രിപ്പും കൂടെ കിട്ടിയായിരുന്നു. അത്യാവശ്യം ലോങ്ങുള്ള ട്രിപ്പായിരുന്നു കഴിഞ്ഞ 4 ട്രിപ്പും. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് ലോക്കൽ, അതായത് ആലുവയിലേക്കുള്ള ട്രിപ്പ് മാത്രമായിരുന്നു നമുക്ക് ലോക്കൽ അടിച്ചിരുന്നത്. ബാക്കി 5 ട്രിപ്പിൽ 4 ട്രിപ്പും ലോങ് ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം 12:30 മണിയായി പറയാം. ഒരുവിധം ഒതുങ്ങിക്കിടക്കുകയാണ് ട്രിപ്പ്. ആക്ച്വലി ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയല്ലോ. അപ്പോൾ എല്ലാവരും വിരുന്നിനുള്ള തയ്യാറെടുപ്പിലായിരിക്കുള്ളൂ. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഒരു അനക്കം നോക്കിയാൽ മതി. ഈ ട്രിപ്പ് അടിക്കും, പക്ഷേ അത്ര ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു മീൻസ് എൻ്റെ ഒരു ഡൗട്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് യാതൊരു പിടിയില്ല. എന്നിരുന്നാലും നമ്മൾ ഓവറായിട്ട് ഓടുന്നില്ല കേട്ടോ. ഒരു വൈകുന്നേരമൊക്കെ ഒരു നോർമലി തിരക്ക് മീൻസ് ഒരു 7 മണി ആ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ടർ സിറ്റി അങ്ങോട്ടും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ മൂഞ്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം തീർന്നു കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ആലുവ സൈഡ് ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയത് നെടുമ്പാശ്ശേരിയിലേക്കായിരുന്നു. അവിടുന്ന് പിന്നെ ആലുവയിലേക്ക് ട്രിപ്പ് റഡാറിൽ ട്രിപ്പ് അടിച്ചായിരുന്നു, അതെടുത്തു. പിന്നെ ആലുവ എത്തിയപ്പോൾ ഞാൻ പിന്നെ ഇത് ചെയ്തു, വീട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടു. വീട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോൾ കിട്ടിയത് വീടിൻ്റെ അടുത്തുള്ള ഇടയാർക്കാണ്. പിന്നെ ഫ്യൂവലും തീരാറായിരുന്നു. പിന്നെ അതോടുകൂടി ഞാൻ നിർത്തി. ഏകദേശം ഇന്ന് മൊത്തം ഓടിയ ട്രിപ്പ് എന്ന് പറയുന്നത് 12 ട്രിപ്പാണ് മൊത്തം എടുത്തേക്കുന്നത്. 3374 രൂപ കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു. ചെറിയ ഷോർട്ട് ട്രിപ്പുകളും ഉണ്ടായിരുന്നു. 97 രൂപയുടെ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാഭമാണ്. കാരണം വെച്ചാൽ 2 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 കിലോമീറ്ററിന് 97 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലാഭമാണ്. ഓക്കെ, പിന്നെ ഞാൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, 3374. ഇപ്പോഴും നല്ല സർജൊക്കെ ഉണ്ട്. ഇന്ന് റംസാൻ ആയതുകൊണ്ട് വണ്ടികൾ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത്യാവശ്യം ഏകദേശം കഴിഞ്ഞ മാസം അവസാനം നിന്ന സർജാണ്. അതെ, ഇപ്പോഴാണൊന്ന് യൂബറൊന്ന് ചുവന്ന് കാണുന്നത്. ഓക്കെ, 5 മണിയായപ്പോഴത്തേക്കും എനിക്ക് 3000 രൂപ കളക്ഷൻ കിട്ടിയായിരുന്നു. പിന്നെ അപ്പോഴാണ് എനിക്ക്
ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോൾ എടയാർക്ക് മീൻസ് വീടിൻ്റെ അടുത്തുള്ള ഏകദേശം ഒരു 3 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു ഏരിയയാണ് എടയാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ട്രിപ്പ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതെടുത്ത് ആ ട്രിപ്പോടെ ക്ലോസ് ചെയ്തു. അപ്പോഴും ട്രിപ്പ് അടിച്ചായിരുന്നു, പക്ഷേ ഡീസൽ കുറവായതുകൊണ്ട് എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽസ്, ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. ഏറ്റവും അവസാനം എടുത്ത 196 രൂപയുടെ ട്രിപ്പാണ്. 200 അഡ്ജസ്റ്റ്മെൻറ്റ് 200. അതെന്തോന്ന് 200 അഡ്ജസ്റ്റ്മെൻറ്റ്? ഓ, അത് എനിക്ക് ഒരു കസ്റ്റമർ പേ ചെയ്തപ്പോഴേ മറ്റേ ഒരു കസ്റ്റമർ പേ ചെയ്തതിൻ്റെ ഒരു കാശ് കയറിയിട്ടുണ്ടായില്ലായിരുന്നു. അതാന്ന് തോന്നുന്നു 200 അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അതാരെങ്കിലും ടിപ്പ് വന്നാണോ ഒരു പിടിയില്ല. എന്നാലും നോക്കാം, ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേക്കാം. സപ്പോർട്ട് റിസോൾവ്ഡ് ബൈ ക്യാഷ് കാർ. ഓക്കെ, അതാണ് സംഭവം. അതാണ് ഞാൻ ഇത് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ പേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ 200 രൂപ അയച്ചു തന്നാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഇന്ന് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ലാഭമാണോ നഷ്ടമാണോ അല്ലെന്ന് മൊത്തം കിലോമീറ്റർ നോക്കിയിട്ട് ഷോർട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് പരിപാടിയുണ്ട്. വണ്ടി മറ്റേ ചവിട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ വണ്ടി കഴുകണം. അത് ഇനിയിപ്പോൾ 6 മണിയല്ല, ഇനിയിപ്പോൾ നാളെ രാവിലെ ചെയ്യാം. നാളെ എന്തായാലും വൈകിട്ട് ഇറങ്ങുള്ളൂ. ബാക്കി 2 ദിവസമായി മര്യാദക്കെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ആകപ്പാടെ ഭയങ്കര ഓട്ടം വരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായതുകൊണ്ട് നല്ല ഓട്ടം വരുന്നു. ഇന്നലെ രാത്രി മര്യാദക്ക് കിടന്നതുമില്ല. മീൻസ് 12 മണിയായി കിടന്നപ്പോൾ. പക്ഷേ 3 മണിക്ക് എഴുന്നേക്കുകയും ചെയ്തു. 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ പിന്നെ ഉറങ്ങിയില്ല. പക്ഷേ പിച്ചായിട്ടാണ് ആകപ്പാടെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓടിയത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കണക്ക്. ഏകദേശം 207 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. 3374 രൂപ കിട്ടിയിട്ടുണ്ട്. 1000 രൂപ ഡീസൽ അടിച്ചിട്ടുണ്ട്. 150 രൂപ എക്സ്പെൻസ്. ബാലൻസ് 2224 രൂപ. ഇതിൽ നമുക്ക് കിലോമീറ്ററിന് എങ്ങനെയാണ് കിട്ടിയേക്കണേന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം 3374 ഭാഗം 207 16 രൂപ വെച്ച് 16 വെച്ച് നമുക്ക് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 16 വെച്ച് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം ലാഭത്തിലാണ് ഇന്ന് ഓടിയേക്കുന്നത്. നഷ്ടമൊന്നുമില്ല. ഇത് ഓഡിയോ കിലോമീറ്റർ ആണല്ലോ. കാലി ഓടിയതും ട്രിപ്പ് വെച്ച് ഓടിയ കിലോമീറ്ററും എല്ലാം കൂടെയാണ് കൂട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 16 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നിന്ന് ലാഭമുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമ്മൾ കാലി ഓടിയിട്ടുണ്ടെങ്കിലും കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നഷ്ടം വന്നിട്ടില്ല നമുക്ക്. നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടണമെന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ കിലോമീറ്റർ ഇവിടെ തിരിച്ച് റൂമിൽ എത്തണ കിലോമീറ്റർ മൊത്തം കൂട്ടി മൊത്തം കിട്ടിയ കളക്ഷനിൽ നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിലോമീറ്ററിന് എത്ര വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം 16 രൂപ പിന്നെ ചില്ലറയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ എപ്പോഴാണ് കാണണമെന്ന് അറിവിടെ. എപ്പോഴാണെങ്കിൽ ഇന്നിപ്പോൾ 20-ാം തീയതിയാണ്, റംസാൻ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ എന്ന് കാണുന്നവരായാലും ശരി, എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ. ഈദ് മുബാറക്.